ത്യാഗരാജൻ ചേട്ടാ, ഇനിയെങ്കിലും ഒന്ന് ചിരിക്കേ. ഇതെന്താ എന്നെ കളിയാക്കുക? ആ കൈ ഒന്ന് നീട്ടിക്കേ. ആ, കൺഗ്രാറ്റ്സ്. സമ്മതിച്ചിരിക്കുന്നു. ത്യാഗരാജൻ ചേട്ടൻ ഇപ്പോഴാ പഴയ ത്യാഗരാജൻ ചേട്ടനായത്. എന്താ? അല്ല, ആ പ്രഭാവതിക്ക് പണി കൊടുത്തില്ലേ? എന്ത് പണി? എന്തിനാ ചേട്ടാ എന്റെ മുമ്പിൽ ഇങ്ങനെ അഭിനയിക്കുന്നേ? ചേട്ടൻ ഇടപെട്ടില്ലേ ആ കൈമള് വക്കീലിനെ മാറ്റിയേ? ഏത് വക്കീല്? ആ പ്രഭാവതിയുടെ വക്കീലില്ലേ, രംഗനാഥ കൈമൾ. അയാളെ സ്വാധീനിച്ചു അല്ലേ? എന്തൊരു അഭിനയം എന്റെ പൊന്നോ. ഇനി ആ സിദ്ധാർത്ഥൻ ആജീവനാന്തൻ ജയിലിൽ തന്നെയാ. ഇവളിൽ എന്തൊക്കെയായി പറയുന്നേ? പ്രഭാവതിയുടെ വക്കീലിനെ ഞാൻ മാറ്റിയെന്നോ? മറ്റെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ചേട്ടൻ എന്താ ആലോചിക്കുന്നേ? അല്ല, ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടന്നല്ലോ എന്ന് ചിന്തിക്കുകയായിരുന്നു. ചേട്ടൻ ഇനി എത്രയും പെട്ടെന്ന് പഴയ ത്യാഗരാജൻ ചേട്ടനാവണം. ആവും, എത്രയും പെട്ടെന്ന് തന്നെ ആവും. ചേട്ടന് ഇടയ്ക്കൊരു മന്ദത ഉണ്ടായിരുന്നു, അതിപ്പം മാറിയിട്ടുണ്ട്. സത്യം എനിക്കും തോന്നി. എന്തായാലും വക്കീലിന്റെ കാര്യം ഞാൻ ശരിയാക്കി. അതുപോലെ ഒന്നൊന്നായിട്ട് ഞാൻ ശരിയാക്കും. അവസാനം ആ പ്രമേയം ഞാൻ വീഴ്ത്തും. അതുപോലെ മതി, അത് മതി. ഹലോ സാർ. വക്കീലൻ, ഞാൻ ത്യാഗരാജനാ. മനസ്സിലായി സാർ. സാറിന്റെ ശബ്ദമൊക്കെ മാറിയിരിക്കുന്നല്ലോ. എന്തു പറ്റി സാർ? ചെറിയൊരു ജലദോഷം, മഴ നനഞ്ഞു. പിന്നെ ഞാനൊരു ന്യൂസ് കേട്ടു. പ്രഭാവതിയുടെ കേസ് രംഗനാഥ കൈമള് വിട്ടോ? വിട്ടു സാർ. എന്തു പറ്റി സാർ? ഒന്നുമില്ല. അല്ല, ഈ രംഗനാഥൻ കൈമള് പിന്മാറാൻ കാര്യം എന്താ? പണം തന്നെ കാര്യം. പുള്ളിക്കാരന്റെ രീതി അറിയില്ലേ? കാശ് കിട്ടില്ല എന്ന് വന്നപ്പോ ആള് കളഞ്ഞിട്ട് പോയി. രംഗനാഥൻ സാറിനെ ലോകത്ത് ഒരേ ഒരു ദൈവമേ ഉള്ളൂ, പണം. ആ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയില്ലെങ്കിലേ സാറ് കേസ് വിടും. അതേതായാലും നന്നായല്ലോ. ആ ജഡ്ജി ഹരിസാറിന്റെ ആളായതുകൊണ്ടാ പ്രഭാവതി മേഡത്തിന് ഫീസ് കുറച്ച് കേസെടുത്തത്. അതും സമയത്ത് കിട്ടില്ല എന്ന് വന്നപ്പോ വക്കാലത്തൊഴിഞ്ഞു. അല്ലാതെ പുറത്തുനിന്നുള്ള സമ്മർദ്ദമൊന്നും അല്ലല്ലോ. ഒരു മർദ്ദവുമില്ല, പണം. പണത്തിന്റെ മർദ്ദം കുറഞ്ഞത് തന്നെ കാരണം. ഓക്കെ, ഞാൻ വിളിക്കാം. ശരി സാർ. അപ്പൊ പണത്തിന്റെ ഞെരുക്കം തന്നെയാണ് കേസ് കൈമള് വിട്ടത്. അത് മതി. ഇനി ഈ കേസ് മുന്നോട്ട് പോകുന്ന ഒന്ന് കാണണം.